ആശാപ്രവർത്തകരുടെ പ്രശ്നം രാജ്യവ്യാപകമായി വലിയ ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബി.ജെ.പി. എം.പി. രേഖാ ശർമ്മ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമുണ്ട്. ആശമാർക്കുള്ള കുടിശ്ശിക കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്നും തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ച് തന്നെയുള്ള വേതനം ആശമാർക്ക് ലഭിക്കാനുള്ള സാഹചര്യം കേന്ദ്ര സർക്കാർ നൽകണമെന്നുമാണ് ഇപ്പോൾ രേഖാ ശർമ്മയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സിബി ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, സർക്കാർ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു എം.പി. തന്നെയാണ്. നാളുകളായി ഇപ്പോൾ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതിന്റെ സാഹചര്യമൊക്കെയും സംസ്ഥാന സർക്കാർ ഉടനീളം വിശദമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനെതിരെ പൈസ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഇതിനിടയിലാണ് ബി.ജെ.പി. എം.പിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാവ്യ, തീർച്ചയായും ഈ ആശാ വർക്കർമാർക്കുൾപ്പെടെയുള്ള ഈ സ്കീം, കേന്ദ്ര സ്കീമിൽ കുടിശ്ശിക 100 കോടിയോളം രൂപ കുടിശ്ശിക ഉണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. പക്ഷെ ഇതിന് എല്ലാ നിലയും ഇത് ശരിയല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പിന്നീട് ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തുണ്ടാകുകയും എല്ലാ കുടിശ്ശികയും തന്നു തീർത്തു എന്നുള്ളൊരു വിശദീകരണമായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയത്. വി മുരളീധരൻ അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾ ഇത്തരത്തിൽ കേരളത്തിന് 1 രൂപ പോലും നൽകാനില്ല, മാത്രമല്ല അധികമായി നൽകിയതെന്ന നിലയും അവകാശങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് ഇപ്പോൾ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ ഹരിയാനയിൽ നിന്നുള്ള എം.പിയും മുൻ വനിതാ അധ്യക്ഷയുമായ രേഖാ ശർമ്മ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ തന്നെ എം.പി ആയ രേഖാ ശർമ്മ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ആശാ പ്രവർത്തകരുടെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്. തൊഴിലിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള വേതനം ഈ ആശമാർക്ക് ലഭിക്കുന്നില്ല. ആ വേതനം വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. ആശമാർക്ക് പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകണം. ഈ കോവിഡ് സമയത്തെല്ലാം അവർ നൽകിയ നിരവധി സഹായങ്ങൾ, നിരവധി സേവനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രേഖാ ശർമ്മ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ആശാ പ്രവർത്തകർക്ക് കുടിശ്ശിക നൽകാനുണ്ട്, കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്ന് ബി.ജെ.പി. എം.പി തന്നെ സമ്മതിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കുടിശ്ശിക നൽകാനുണ്ടെന്ന് സമ്മതിക്കുക കൂടിയാണ് ഇതിൽ വ്യക്തമാവുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇതിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് കേരളത്തിന് ആവശ്യമായ എല്ലാ ഫണ്ടും നൽകി കഴിഞ്ഞെന്നുള്ളതാണ്. എന്തായാലും അത് ശരിയല്ല എന്നുള്ളത് ബി.ജെ.പിയുടെ എം.പി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ആ വിഷയം ബി.ജെ.പി. എം.പി രേഖാ ശർമ്മ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ്. അവരാണ് ഈ ഒരു വിഷയം ഇപ്പോൾ രാജ്യസഭയിൽ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ കുടിശ്ശിക വിവിധ സംസ്ഥാനം, കേരളം മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാൻ തയ്യാറാകണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു വിരോധാഭാസമായി കൂടി ഇതിനെ ചൂണ്ടിക്കാട്ടേണ്ടി വരും. കാവ്യ, നാളിതുവരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ, ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ നിയമസഭയ്ക്കകത്തും പുറത്തും പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് സംസ്ഥാനം അത് കേരളം തന്നെയാണ് എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് ആ ഒരു ഉറപ്പിന്മേൽ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെയൊക്കെയും കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം ഈ ആശാ വർക്കർമാരുടെ സേവനത്തെ പരിഗണിക്കാത്തതാണ്, അർഹമായ വേതനം നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു പലകുറി സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധങ്ങളെയൊക്കെയും അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചതും ആ നിലയിൽ തന്നെയാണ്. ഇപ്പോൾ ബി.ജെ.പി. എം.പിയുടെ ഭാഗത്തു നിന്നും തന്നെ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ, അതും രാജ്യസഭയിൽ തന്നെ ഉണ്ടാകുമ്പോൾ, ഏത് നിലയ്ക്കാണ് ഇപ്പോൾ ആ ഒരു പ്രതികരണത്തെ വിലയിരുത്തേണ്ടത്? സിബി, തീർച്ചയായും കേന്ദ്ര സർക്കാർ ഇതിൽ ആശാ വർക്കർമാർക്കുള്ള സ്കീമിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കുടിശ്ശിക നൽകാനില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ബി.ജെ.പി. എം.പിയുടെ ഈ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തന്നെ കൃത്യമായ മറുപടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസം വി മുരളീധരൻ ദില്ലിയിൽ പ്രതികരിച്ചത് ആശാ വർക്കർമാർക്ക് മാത്രമല്ല ആ ഒരു സ്കീം ഉൾപ്പെടുന്ന എല്ലാ രീതിക്കും ഫണ്ട് പൂർണ്ണമായും നൽകിയിട്ടുണ്ട്, അധികമായി ഫണ്ട് പോലും നൽകി എന്നുള്ളതാണ് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും. ഇത് വലിയ രീതിയിൽ പ്രചരണായുധമാക്കി ബി.ജെ.പി. ഉൾപ്പെടെ ഉയർത്തുകയും കോൺഗ്രസ് പോലും അതിനൊരു പ്രചരണായുധമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ നമുക്ക് ബി.ജെ.പി. എം.പിയായ രേഖാ ശർമ്മ തന്നെ രാജ്യസഭയിൽ കേരളം മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക നൽകാനുണ്ട്, ഇത് കൊടുത്തു തീർക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുകയും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിൽ 100 കോടിയിലധികം കുടിശ്ശിക നൽകാനുണ്ടെന്ന് പറയുന്നത്
ശരിയാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആശാ വർക്കർമാരുടെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഒരു കാര്യം. മറ്റൊന്ന് അവർക്ക് വേണ്ട ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം ഈ രാജ്യത്താകമാനം നോക്കുമ്പോൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനവും മറ്റ് പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും 1000-വും 2000-വും ഓണറേറിയം ലഭിക്കുമ്പോൾ കേരളം നൽകുന്നത് 7000 രൂപയിലധികമാണ്. ഈ ഒരു ഇതിന് സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാരും ഓണറേറിയം നൽകണമെന്ന ആവശ്യം കൂടി കേരള സർക്കാർ സംസ്ഥാനം പലതവണയായി ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും BJP MP ആവശ്യപ്പെട്ടിരിക്കുന്നതും ഓണറേറിയവും അവരുടെ ശമ്പളവും തൊഴിലിന്റെ പ്രാധാന്യം അനുസരിച്ച് വർദ്ധിപ്പിക്കുന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമായിരുന്നു വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ ലോക്സഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് MPമാരും സംസാരിക്കുന്നുണ്ട്. ഈ ആശാ വിഷയം ഇപ്പോൾ ലോക്സഭയിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിലും ഈ ആശാ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് MPമാരായ KC വേണുഗോപാൽ അടക്കമുള്ള MPമാരെല്ലാം തന്നെയും ഇപ്പോൾ ഈ വിഷയം ഉന്നയിക്കുകയാണ്. കോൺഗ്രസിന്റെ MPമാർ ഇപ്പോഴാണ് ഈ വിഷയം ഉന്നയിക്കാൻ തയ്യാറായത് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു ഘട്ടമാണ് സിബി. അതിനപ്പുറത്തേക്ക് BJPയുടെ സംസ്ഥാനത്തെ നേതാക്കൾ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ ഉന്നയിച്ചതും പച്ചക്കള്ളം പറഞ്ഞതും നമുക്ക് മുന്നിലുണ്ട്. വി മുരളീധരനും K സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ കേന്ദ്രം ഒരു രൂപ പോലും ഈ വിഷയത്തിൽ ഇനി കേരളത്തിന് കുടിശ്ശിക നൽകാനില്ല എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചതിപ്പോൾ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയ പ്രേരിതമായി നടന്നിട്ടുള്ള സമരത്തിനിടയിൽ വന്ന് കാണിച്ചിട്ടുള്ള നാടകീയമായ രംഗങ്ങൾ ഇതടക്കമുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ രേഖാ ശർമ്മയുടെ പ്രസ്താവനയിൽ ഇപ്പോൾ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ആശാ വർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്രം കൂടുതൽ ഗൗരവപൂർണമായ നടപടികൾ സ്വീകരിക്കണമെന്ന പ്രസ്താവനയിലൂടെ പൊളിഞ്ഞു വീണിട്ടുള്ളത്. തീർച്ചയായും കാവ്യ, ദേശീയ തലത്തിലാണ് ഈ ഒരു വിഷയം BJP MPയും മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ രേഖാ ശർമ്മ രാജ്യസഭയിൽ ഉന്നയിച്ചെങ്കിലും അത് BJPക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറിയെന്ന് പറയാം. കാരണം കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിരുന്നത് 1 രൂപ പോലും കുടിശ്ശിക കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകാനില്ല എന്നുള്ളതായിരുന്നു. അത് തീർത്തും തെറ്റാണെന്ന് BJP തന്നെ സംഭവിക്കുന്നു. BJPയുടെ MP തന്നെ രാജ്യസഭയിൽ സ്വന്തം സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസും BJPയും ഒരേപോലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആശാവർക്കർമാരുടെ ഒരു വിഭാഗത്തിലെ സമരത്തെ അത് മൊത്തത്തിൽ ആശാവർക്കർമാരുടെ ഒരു സമരമാക്കി മാറ്റാനും അതിനെ രാഷ്ട്രീയമായി എല്ലാ നിലയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുകയും സുരേഷ് ഗോപി അടക്കം അവിടെ എത്തി നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതെല്ലാം നമുക്ക് കണ്ടു. പിന്നീട് സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടെല്ലാം ദില്ലി ചർച്ച നടത്തിയെങ്കിലും പിന്നീട് നൽകിയ ആ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ 1 രൂപ പോലും നൽകാൻ